ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്രീലക്ഷ്മി അജി. ഞാൻ ഇടുക്കി രാജക്കാട് സ്വദേശിനിയാണ്. പാലാ സെൻറ് തോമസ് കോളേജിലെ ബി.വോക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലെ 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ ഫിഫ്ത്ത് സെമ്മിൻ്റെ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ്റെ ഭാഗമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മത്തിക്കച്ചായവും മുട്ടക്കച്ചായവുമാണ്. അതായത് നമ്മുടെ ഫിഷ് അമിനോ ആസിഡും എഗ് അമിനോ ആസിഡും. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളർച്ച സ്വർഗമായിട്ടുള്ള മത്തിക്കച്ചായമാണ്. മത്തിക്കച്ചായം തയ്യാറാക്കാനായിട്ട് നമുക്ക് മത്തിയും അതുപോലെ തന്നെ ശർക്കരയാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ എത്ര അളവിലാണ് മത്തി എടുക്കുന്നത് അതിനൊരല്പം കൂടുതൽ ശർക്കര എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെയാണ് മത്തിക്കച്ചായം തയ്യാറാക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന മത്തിയുടെ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിവിടെ 250 ഗ്രാം മത്തിയുടെ വേസ്റ്റും 2 മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആ മത്തിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് വേവിച്ച് കിട്ടുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ചെറിയ മത്തിയാണെങ്കിൽ നമ്മൾ മുറിച്ചിട്ട് കൊടുക്കണ്ട. പിന്നെ ഈ മത്തി കഴുകി വൃത്തിയാക്കി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാനൊരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് കറുത്ത ശർക്കരയാവുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വേണം. സ്റ്റീൽ പാത്രം എടുക്കുന്നതിനകത്ത് എപ്പോഴും നല്ലത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് മത്തിക്കച്ചായം തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. നമ്മളിത് അടുക്കുകളായിട്ടാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര ചൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ലെയറായിട്ട് ഈ ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മൾ കൂടുതൽ അളവിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പൊടിഞ്ഞ ശർക്കര നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് അത് ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം. മത്തിക്കച്ചായം തയ്യാറാക്കി നമ്മൾ ഒരുപാട് അളവിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫിഷ് മാർക്കറ്റുകളിലൊക്കെ വിലക്കുറവിൽ കിട്ടുന്ന മത്തിയുടെ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മത്തിക്കൊക്കെ വിലക്കുറവുള്ള സമയത്ത് നമുക്കിത് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ ഒരുപാട് അളവിലാണ് ചെയ്യുന്നതെങ്കിൽ പെയിന്റ് ബക്കറ്റിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള ശർക്കരയും മത്തി ഉപയോഗിച്ച് ഇതൊന്ന് ചെയ്തെടുക്കാം. I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. അപ്പോൾ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മുറുക്കി ഒന്ന് അടച്ചു കൊടുക്കാം. ഇതിന് വായ കടക്കാൻ പാടില്ല. വായ കടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പുഴുവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മുറുക്കി ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൂര്യപ്രകാശം ഒന്നും നേരിട്ട് ഏൽക്കാത്ത ഒരു മുറിയിൽ സൂക്ഷിച്ച് വെക്കണം. നമ്മളിത് ദിവസവും ഒരു തവണ ഒന്ന് എടുത്ത് ചെറുതായിട്ട് കുപ്പി തുറക്കാതെ കുപ്പി വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്നിച്ചാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ ഫോർമാലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ 21 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് ശരിയായി കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചൊരു 10 ദിവസം കൂടെ കഴിഞ്ഞ് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇത് നമ്മൾ 21 ദിവസം മുമ്പ് തയ്യാറാക്കി വെച്ച നമ്മുടെ മത്തിക്കച്ചായമാണ്. ഇത് നല്ല രീതിക്ക് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ദുർഗന്ധം ഒന്നുമില്ല. ഒരു ഫ്രൂട്ടി സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടില്ലേ, നമ്മുടെ മത്തിയും ശർക്കരയൊക്കെ നന്നായിട്ട് ലയിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല മത്തി ആയിരുന്നുകൊണ്ട് നമുക്ക് 21 ദിവസം ആയപ്പോഴത്തേനും ശരിയായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നെറ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് തോട്ടോ തുണിയോ ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. പിന്നെ നമ്മുടെ മത്തിയുടെ മാംസമായിട്ടുള്ള ഭാഗമെല്ലാം ആ ശർക്കരയായിട്ട് നന്നായിട്ട് ലയിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ആ മുള്ളും ആ ചെതുമ്പലും ഒന്നും അലിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഈ മീനിൻ്റെ വേസ്റ്റ് നമ്മൾ കളയരുത്. ഇത് ഒരു പാത്രത്തിലിട്ട് വെക്കുകയോ അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്കിത് ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതാരും കളയരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ മത്തിക്കച്ചായം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലാസ്റ്റിക്കിൻ്റെ നല്ല മുറുക്കമുള്ള ഒരടപ്പുള്ള പാത്രത്തിൽ ഒഴിച്ച് വെക്കാം.
അപ്പോൾ നമ്മുടെ മത്തി കഷായം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്കും വിളവിനും കീടശല്യത്തിനൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്കൊരു 6 മാസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് 2 ml മുതൽ 5 ml വരെ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയുടെ പ്രായം അനുസരിച്ച് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജനാണ്. കൂടാതെ നമ്മുടെ പ്രാഥമിക പോഷകങ്ങളായിട്ടുള്ള ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെടിയുടെ വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് പയറിലെ മുഞ്ഞയ്ക്കെതിരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ മത്തി കഷായം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് മുട്ടക്കഷായം തയ്യാറാക്കേണ്ടത് നോക്കാം. മുട്ടക്കഷായം തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് അളവിലൊന്നും അല്ല ചെയ്യുന്നത്. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പാകത്തിന് 1 മുട്ട വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ അളവ് കൂട്ടിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു മുട്ട വേണം. അതിപ്പോഴും നാടൻ മുട്ടയാവുന്നതാണ് നല്ലത്. പിന്നെ അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ നാരങ്ങ വേണം. പിന്നെ നമുക്കൊരു 30 ഗ്രാം ശർക്കര ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചെയ്യാനായിട്ടൊരു പ്ലാസ്റ്റിക് പാത്രമാണ് ഉപയോഗിക്കുന്നത്. ചില്ല് പാത്രം എടുക്കുന്നതിനേക്കാൾ നല്ലത് പ്ലാസ്റ്റിക് പാത്രം എടുക്കുന്നതായിരിക്കും. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. പാത്രം എടുക്കുമ്പോൾ എപ്പോഴും വീതിയുള്ള പാത്രം എടുക്കുന്നതിനെക്കാട്ടിലും കുഴിവുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ നാരങ്ങാനീര് നമുക്ക് അത്രയും കുറവ് മതിയാവും. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ട എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിത് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം. ഇത് പൊട്ടരുത്. നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കാം. ഈ മുട്ട മുങ്ങി നിൽക്കാൻ പാകത്തിന് നമ്മൾ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 5 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുട്ടയ്ക്ക് 5 നാരങ്ങ മതിയാവും. ഇപ്പം നമ്മളിത് കൂടുതൽ അളവിൽ ഇപ്പോൾ ഒരു 3 മുട്ടയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 10 നാരങ്ങാനീരിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു മുട്ട എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു 5 നാരങ്ങാനീര് വരെ വേണം. ഇപ്പം ഞാൻ ആ നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മുട്ട അതിൽ മുങ്ങിക്കിടപ്പുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഒരു 15 ദിവസം മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊരു 15 ദിവസം മാറ്റി വയ്ക്കാം. ഇത് നമ്മളൊരു 15 ദിവസം മുമ്പ് ചെയ്തു വെച്ച നമ്മുടെ മുട്ടക്കഷായമാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ആ മുട്ടയുടെ തോടെല്ലാം ആ നാരങ്ങാനീരുമായിട്ട് ലയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ ഈ മുട്ടയുടെ തോട് നാരങ്ങാനീരുമായിട്ട് ലയിച്ചില്ലെങ്കിൽ നമുക്കൊരു കമ്പ് ഉപയോഗിച്ച് അത് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതൊരു കമ്പ് ഉപയോഗിച്ച് ഇളക്കണുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 30 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ ശർക്കര വെള്ളത്തിൽ ലയിപ്പിച്ചാണോ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതെന്ന്. അല്ല, നമ്മൾ കട്ടിയായിട്ടുള്ള ശർക്കര ചീവിയെടുത്ത് അങ്ങനെ തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരും ശർക്കര വെള്ളത്തിലൊന്ന് ലയിപ്പിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇനി നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കമ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ മുട്ടക്കഷായം തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും കറുത്ത ശർക്കര എടുക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും മുട്ടക്കഷായത്തിന് നല്ലൊരു ഫലം തരുന്നത്. അപ്പോൾ നമ്മളിതിവിടെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 ദിവസം വീണ്ടും വെക്കണം. അപ്പോൾ നന്നായിട്ട് ഞാൻ അടച്ചിട്ടുണ്ട്. ഒരു 15 ദിവസം മാറ്റി വയ്ക്കാം. ഇതൊരു 15 ദിവസം മുമ്പ് നമ്മൾ ചെയ്തു വെച്ച മുട്ടക്കഷായമാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നെറ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തോർത്തോ തുണിയോ ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അരിച്ചെടുക്കുവാണ്. കണ്ടില്ലേ, നമ്മുടെ മുട്ടയും ശർക്കരയും നാരങ്ങാനീരും എല്ലാം നന്നായിട്ട് ലയിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ദുർഗന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഇത് നല്ലൊരു ജൈവ വളർച്ചാ ത്വരകമാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ശർക്കരയുടെയും മുട്ടയുടെയും ഒക്കെ തരികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നത്. ഇത് നമുക്കിവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ല മുറുക്കമുള്ള അടപ്പുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിച്ച് വെക്കാം. ഇത് പൂവിടാനും അതുപോലെ തന്നെ ഉള്ള പൂ കൊഴിയാതിരിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് നല്ലൊരു ജൈവ കീടനാശിനിയാണ്. അപ്പോൾ നമ്മളിത് ആ കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു 2 ml 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് ചെടികളിൽ തളിച്ചു കൊടുക്കുന്നത്. ഇതൊരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെയ്യണം. നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനും പച്ചക്കറികളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ജൈവ വളർച്ചാ ത്വരകങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിടുന്ന പുതിയ വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്